ഹായ്, കഥയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. ഇതിലൂടെ പുതിയ വാക്കുകൾ, പുതിയ പ്രയോഗങ്ങളൊക്കെ പഠിക്കാനായിട്ട് സാധിക്കും. അതുപോലെ സെന്റൻസ് സ്ട്രക്ചറുകളൊക്കെ മനസ്സിലാക്കാനായിട്ടും പറ്റും. ഇന്നത്തെ കഥയുടെ തലക്കെട്ട് ദ ബോയ് ആൻഡ് ദ ക്രാബ്, ആൺകുട്ടിയും ഞണ്ടും. ഒരു ദിവസം മൈക്കിൾ എന്നു പേരുള്ള ഒരു ആൺകുട്ടിക്ക് അടുത്തുള്ള പട്ടണത്തിലേക്ക് പോകേണ്ടി വരുന്നു. വനത്തിലൂടെയുള്ള യാത്രയായതിനാൽ അവൻ്റെ അമ്മ കൂടെ ഒരാളെ കൂട്ടാൻ അവനോട് പറയുന്നു. വന്യമൃഗങ്ങളും കവർച്ചക്കാരും ഇല്ലാത്തതിനാൽ തനിച്ചു പോകാമെന്ന് അവൻ പറയുന്നു. ഇതു കേട്ട അവൻ്റെ അമ്മ ഒരു ഞണ്ടിനെ എടുത്തിട്ട് അവന് കൊടുക്കുന്നു. പിന്നീടുള്ള ഈ കഥയുടെ ഭാഗങ്ങൾ വളരെ രസകരമായതാണ്. ഈ കഥയിലൂടെ നിങ്ങൾക്ക് പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. There lived a boy named Michael in a small town. There lived ജീവിച്ചിരുന്നു. എ ബോയ് ഒരു ആൺകുട്ടി, നെയ്മഡ് പേരുള്ള, മൈക്കൽ എന്നു പേരുള്ള ഒരു ആൺകുട്ടി ജീവിച്ചിരുന്നു. ഇൻ എ സ്മോൾ ടൗൺ ഒരു ചെറിയ പട്ടണത്തിൽ. വൺ ഡേ ഒരു ദിവസം. He had to go to some other town. He had to go അവന് പോകേണ്ടി വന്നു, അല്ലെങ്കിൽ പോകേണ്ടതുണ്ടായിരുന്നു എന്നുള്ള അർത്ഥമാണ്. ടു സം അതർ ടൗൺ മറ്റൊരു പട്ടണത്തിലേക്ക്. ആസ് ഹി വാസ് എബൌട്ട് ടു സെറ്റ് ഔട്ട് ഓൺ ഹിസ് ജേണി അവൻ യാത്ര പോകാൻ ആരംഭിക്കുകയായിരുന്നു. ഹിസ് മദർ സെഡ് അവൻ്റെ അമ്മ പറഞ്ഞു, സൺ മകനെ, വൈ ആർ യു ഗോയിങ് അലോൺ. അലോൺ എന്നാൽ തനിച്ച്. നീ എന്തുകൊണ്ടാണ് തനിച്ച് പോകുന്നത്? യു ഷുഡ് ടേക്ക് സംവൺ അലോങ് വിത്ത് യു. യു ഷുഡ് ടേക്ക് നീ കൂടെ കരുതണം. സംവൺ ഒരു മറ്റൊരാളെ. അലോങ് എന്നാൽ കൂടെ. വിത്ത് യു നിന്റെ കൂടെ. മൈക്കൽ സെഡ് മൈക്കൽ പറഞ്ഞു, ഐ ഹാവ് ടു ക്രോസ് ദ ഫോറസ്റ്റ്. ഐ ഹാവ് ടു ക്രോസ് എനിക്ക് മുറിച്ചു കടക്കേണ്ടതുണ്ട്. ക്രോസ് എന്നാൽ മുറിച്ചു കടക്കുക. ദ ഫോറസ്റ്റ് കാട്, വനം എനിക്ക് മുറിച്ച് കടക്കേണ്ടതുണ്ട്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഡേഞ്ചറസ് ആസ് ദർ ആർ നോ വൈൽഡ് എനിമൽസ് ഓർ ഡക്കോയിറ്റ്സ് ഇൻ ദ ഫോറസ്റ്റ്. ബട്ട് പക്ഷേ, ഇറ്റ് ഈസ് നോട്ട് ഡേഞ്ചറസ് അത് അപകടകരമായത് അല്ല. ആസ് ദർ ആർ നോ വൈൽഡ് എനിമൽസ് വന്യമൃഗങ്ങൾ ഇല്ലാത്തത് കാരണം അത് അപകടകരമായത് അല്ല. ദർ ആർ നോ എന്നാൽ ഇല്ല എന്നുള്ള അർത്ഥമാണ്. ദർ ആർ നോ വൈൽഡ് എനിമൽസ് വന്യമൃഗങ്ങൾ ഇല്ലാത്തതിനാൽ. ആസ് എന്നാൽ അതിനാൽ എന്നുള്ള അർത്ഥമാണ് ഇവിടെ. ഓർ ഡക്കോയിറ്റ്സ് അതുപോലെ ഡക്കോയിറ്റ്സ് എന്നാൽ കവർച്ചക്കാരും വന്യമൃഗങ്ങളും ഇല്ലാത്തതിനാൽ. ഇൻ ദ ഫോറസ്റ്റ് വനത്തിൽ വന്യമൃഗങ്ങളും അതുപോലെ കവർച്ചക്കാരും ഇല്ലാത്തതിനാൽ അത് അപകടകരമായത് അല്ല കാട്ടിലൂടെ ഉള്ള യാത്ര. ബട്ട് ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ഹാവ് കമ്പനി. ബട്ട് പക്ഷേ, ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ എപ്പോഴും നല്ലതാണ്. അത് എപ്പോഴും നല്ലതാണ്. ടു ഹാവ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. കമ്പനി എന്നാൽ കൂട്ടുകെട്ട്, കൂട്ടുകെട്ട് എപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ളത് നല്ലതാണ്. സെഡ് ദ മദർ അമ്മ പറഞ്ഞു. ഡു നോട്ട് വറി മദർ വിഷമിക്കേണ്ട അമ്മേ. സെഡ് മൈക്കൽ പറഞ്ഞു. ഡു നോട്ട് ബി അഫ്രൈഡ് ഭയപ്പെടേണ്ട. ഐ വിൽ ഗോ അലോൺ ഞാൻ പോകും. അലോൺ തനിച്ച്. കംപ്ലീറ്റ് മൈ വർക്ക് ഞാൻ എൻ്റെ ജോലി പൂർത്തീകരിക്കും. കംപ്ലീറ്റ് എന്നാൽ പൂർത്തിയാക്കുക. ആൻഡ് റിട്ടേൺ ഹോം ബൈ ടുമോറോ ഈവനിങ്. ആൻഡ് റിട്ടേൺ എന്നിട്ട് തിരിച്ചു വരും. എൻ്റെ ജോലി പൂർത്തീകരിച്ചതിന് ശേഷം തിരിച്ചു വരും. ഹോം വീട്ടിലേക്ക്. ബൈ ടുമോറോ ഈവനിങ് നാളെ വൈകുന്നേരത്തോടു കൂടി. ദ മദർ വെൻറ്റ് ടു ദ വെൽ ഇൻ ദ ബാക്ക് യാർഡ്. ദ മദർ വെൻറ്റ് അമ്മ പോയി. ടു ദ വെൽ
വെൽ എന്നാൽ ഇവിടെ വെൽ എന്നാൽ കിണർ എന്നുള്ള അർത്ഥമുണ്ട്, നീരുറവ ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമുണ്ട്. ഇൻ ദ ബാക്ക് യാർഡ്, ബാക്ക് യാർഡ് എന്നാൽ വീടിൻ്റെ പുറകുവശം, വീടിൻ്റെ പുറകുവശത്തുള്ള നീരുറവ ഉള്ള സ്ഥലത്തിലേക്ക് അമ്മ പോയി. ആൻഡ് കെയിം ബാക്ക് വിത്ത് എ ക്രാബ് ഇൻ ഹെർ ഹാൻഡ്സ്. ആൻഡ് കെയിം ബാക്ക് എന്നിട്ട് തിരിച്ചു വന്നു, നീരുറവ ഉള്ള സ്ഥലത്തേക്ക് അമ്മ പോയി എന്നിട്ട് അമ്മ തിരിച്ചു വന്നു. കെയിം ബാക്ക് എന്നാൽ തിരിച്ചു വന്നു. വിത്ത് എ ക്രാബ് ഒരു ഞണ്ടുമായിട്ട്, ക്രാബ് എന്നാൽ ഞണ്ട്. ഇൻ ഹെർ ഹാൻഡ്സ് അവളുടെ കൈകളിൽ ഒരു ഞണ്ടുമായിട്ട് അമ്മ തിരിച്ചു വന്നു. ഗിവിങ് ഇറ്റ് ടു ഹെർ സൺ, ഗിവിങ് നൽകുന്നു, ഇറ്റ് അതിനെ, ആ ഞണ്ടിനെ നൽകുന്നു, ടു ഹെർ സൺ അവളുടെ മകന് നൽകുന്നു. ഷീ സെഡ് അവൾ പറഞ്ഞു, അമ്മ പറഞ്ഞു, ഐ ഡോണ്ട് തിങ്ക് യു ഷുഡ് ഗോ അലോൺ. ഐ ഡോണ്ട് തിങ്ക് ഞാൻ കരുതുന്നില്ല, യു ഷുഡ് ഗോ അലോൺ നീ തനിച്ച് പോകണം എന്ന് ഞാൻ കരുതുന്നില്ല. ഹിയർ ടേക്ക് ദിസ് ക്രാബ് വിത്ത് യു ഈ ഞണ്ടിനെ കൂടെ കൊണ്ടുപോകൂ അമ്മ പറഞ്ഞു. മൈക്കൽ ടുക്ക് ദ ക്രാബ്, മൈക്കൽ എടുത്തു, ദ ക്രാബ് ഞണ്ടിനെ എടുത്തു. ഓൺലി ടു സാറ്റിസ്ഫൈ ഹിസ് മദർ അവൻ്റെ അമ്മയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം. ഹീ പുട്ട് ദ ക്രാബ് ഇൻ എ ബാഗ് അലോങ് വിത്ത് സം പീസസ് ഓഫ് ക്യാംഫർ. ഹീ പുട്ട് അവൻ ഇട്ടു, ദ ക്രാബ് ആ ഞണ്ടിനെ, ഇൻ എ ബാഗ് ഒരു ബാഗിൽ. അലോങ് വിത്ത് എന്നാൽ കൂടെ എന്നുള്ള അർത്ഥമാണ്. സം പീസസ് ഓഫ് ക്യാംഫർ എന്താണ്? ക്യാംഫർ എന്നാൽ കർപ്പൂരം, കുറച്ച് കർപ്പൂര കഷ്ണങ്ങളുടെ കൂടെ അവൻ ആ ബാഗിലേക്ക് ആ ഞണ്ടിനെയും ഇട്ടു. ഹീ ദെൻ ലെഫ്റ്റ് ഹറിഡ്ലി. ഹീ ദെൻ ലെഫ്റ്റ് എന്നാൽ അവൻ പോയി, അവിടം വിട്ട് പോയി എന്നുള്ള അർത്ഥമാണ്. ഹറിഡ്ലി എന്നാൽ ധൃതിയിൽ അവൻ അവിടം വിട്ട് പോയി. ക്യാരിയിങ് ദ ബാഗ് ഓൺ ഹിസ് ഷോൾഡർ. ക്യാരിയിങ് ചുമന്നുകൊണ്ട്, ദ ബാഗ് ഓൺ ഹിസ് ഷോൾഡർ അവൻ്റെ തോളിൽ ആ ബാഗ് ചുമന്നുകൊണ്ട് അവൻ അവിടം വിട്ട് ധൃതിയിൽ പോയി. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ ആഫ്റ്റർനൂൺ ആൻഡ് ദ ഹീറ്റ് വാസ് അൺബെയറബിൾ. ഇറ്റ് വാസ് ഇത് ആയിരുന്നു, എ ഹോട്ട് സമ്മർ ഒരു ചൂടുള്ള വേനൽക്കാലം, ആഫ്റ്റർനൂൺ ഒരു ചൂടുള്ള വേനൽക്കാലത്തെ ഒരു ഉച്ചതിരിഞ്ഞുള്ള സമയമായിരുന്നു. ആൻഡ് ദ ഹീറ്റ് ചൂട്, ഹീറ്റ് എന്നാൽ താപം, വാസ് അൺബെയറബിൾ എന്നാൽ സഹിക്കാൻ പറ്റാത്ത എന്നുള്ള അർത്ഥമാണ്. ചൂട് സഹിക്കാൻ പറ്റാത്തതായിരുന്നു. മൈക്കൽ സോ എ ബിഗ് ഷെയ്ഡി ട്രീ. മൈക്കൽ കണ്ടു, എ ബിഗ് ഒരു വലിയ, ഷെയ്ഡി എന്നാൽ തണലുള്ള, ട്രീ മരം, ഒരു തണലുള്ള ഒരു വലിയ മരം മൈക്കൽ കണ്ടു. ലെറ്റ് മീ റെസ്റ്റ് അണ്ടർ ദ ട്രീ ഫോർ സം ടൈം. ലെറ്റ് മീ റെസ്റ്റ് ഞാൻ വിശ്രമിക്കട്ടെ, അണ്ടർ ദ ട്രീ മരത്തിന് ചുവട്ടിലായിട്ട്, ഫോർ സം ടൈം കുറച്ച് സമയം ഞാൻ ഈ മരത്തിന് ചുവട്ടിൽ വിശ്രമിക്കട്ടെ. ഹീ തോട്ട് അവൻ കരുതി. ഐ വിൽ കണ്ടിന്യൂ മൈ ജേർണി ആഫ്റ്റർ ദ ഹീറ്റ് ഹാസ് ഡിക്രീസ്ഡ്. ഐ വിൽ കണ്ടിന്യൂ ഞാൻ തുടരും, മൈ ജേർണി എൻ്റെ യാത്ര, ആഫ്റ്റർ ദ ഹീറ്റ് ഹാസ് ഡിക്രീസ്ഡ് ചൂട് ചുരുങ്ങിയതിന് ശേഷം ഞാൻ എൻ്റെ യാത്ര തുടരും. ഡിക്രീസ് എന്നാൽ കുറയുക, ചുരുങ്ങുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. തിങ്കിങ് ദിസ് ഇത് ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത് വിചാരിച്ചുകൊണ്ട്. മൈക്കൽ സാറ്റ് അണ്ടർ ദ ട്രീ ആൻഡ് റിലീഷ് ഹിസ് ലഞ്ച്. മൈക്കൽ ഇരുന്നു, അണ്ടർ ദ ട്രീ മരത്തിന് ചുവട്ടിലായിട്ട്, ആൻഡ് എന്നിട്ട്, റിലീഷ് എന്നാൽ ആസ്വദിക്കുക എന്നുള്ള അർത്ഥമാണ്.
റെലഷ്ഡ് ആസ്വദിച്ചു. ഹിസ് ലഞ്ച് അവൻ്റെ ഭക്ഷണം അവൻ ആസ്വദിച്ചു കഴിച്ചു എന്ന് അർത്ഥം. ഹീ ദെൻ ലേ ഡൗൺ ഇൻ ദ കൂൾ ഷെയ്ഡ് ഓഫ് ദ ട്രീ. ഹീ ദെൻ അവൻ പിന്നീട് ലേ ഡൗൺ എന്നാൽ കിടന്നു എന്നുള്ള അർത്ഥമാണ്. ഇൻ ദ കൂൾ ഷെയ്ഡ് ഓഫ് ദ ട്രീ മരത്തിൻ്റെ തണലിൽ അവൻ കിടന്നു. ഷെയ്ഡ് എന്നാൽ തണൽ. ബീയിങ് ടയേർഡ് ക്ഷീണിതനായതിനാൽ ഹീ സൂൺ ഡോസ്ഡ് ഓഫ്. ഹീ സൂൺ അവൻ പെട്ടെന്ന്, ഡോസ് ഓഫ് എന്നാൽ മയങ്ങിപ്പോകുക, ഉറങ്ങിപ്പോകുക എന്നുള്ള അർത്ഥമാണ്. ഡോസ്ഡ് ഓഫ് ഉറങ്ങിപ്പോയി, അവൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി, അവൻ ക്ഷീണിതനായതിനാൽ. എ സ്നേക്ക് ലിവ്ഡ് ഇൻ ദ ഹോളോ ഓഫ് ദ ട്രീ ട്രങ്ക്. എ സ്നേക്ക് ഒരു പാമ്പ് ലിവ്ഡ് ജീവിച്ചിരുന്നു. ഇൻ ദ ഹോളോ ഓഫ് ദ ട്രീ ട്രങ്ക് മരത്തിൻ്റെ മുരടിലുള്ള ഒരു പൊത്തിൽ ഒരു പാമ്പ് ജീവിച്ചിരുന്നു. ഹോളോ എന്നാൽ പൊത്ത് എന്നുള്ള അർത്ഥമാണ്. ട്രങ്ക് എന്നാൽ മരത്തിൻ്റെ മുരട്. വെൻ ഇറ്റ് കെയിം ഔട്ട് ഓഫ് ദ ഹോളോ. വെൻ ആ സമയത്ത്, ഇറ്റ് കെയിം ഔട്ട് ഓഫ് ദ ഹോളോ പൊത്തിൽ നിന്നും അത് പുറത്തേക്ക് വന്ന സമയത്ത്, ഇറ്റ് സോ മൈക്കൽ ഫാസ്റ്റ് അസ്ലീപ്. ഇറ്റ് സോ അത് കണ്ടു, മൈക്കൽ ഫാസ്റ്റ് അസ്ലീപ്പ്. ഫാസ്റ്റ് എന്നാൽ ഇവിടെ ഗാഢമായി എന്നുള്ള അർത്ഥമാണ്. അസ്ലീപ്പ് എന്നാൽ ഉറങ്ങുക. ഗാഢമായിട്ട് മൈക്കൽ ഉറങ്ങുന്നത് പാമ്പ് കണ്ടു. ദ സ്നേക്ക് സ്പോട്ടഡ് ദ ബാഗ്. ദ സ്നേക്ക് ആ പാമ്പ്, സ്പോട്ടഡ് എന്നാൽ കണ്ടെത്തി എന്നുള്ള അർത്ഥമാണ് ഇവിടെ. പാമ്പ് കണ്ടെത്തി. ദ ബാഗ് ആ സഞ്ചി, ആ ബാഗ് പാമ്പ് കണ്ടെത്തി. ഇറ്റ് കുഡ് ഗെറ്റ് ദ സ്മെൽ ഓഫ് ക്യാംഫർ കമ്മിങ് ഫ്രം ദ ബാഗ്. ഇറ്റ് കുഡ് ഗെറ്റ് ദ സ്മെൽ ഓഫ് ക്യാംഫർ ആ കർപ്പൂരത്തിൻ്റെ വാസന പാമ്പിന് ലഭിച്ചു. കമ്മിങ് ഫ്രം ദ ബാഗ് ബാഗിൽ നിന്നും വരുന്ന, ആ സഞ്ചിയിൽ നിന്നും വരുന്ന കർപ്പൂരത്തിൻ്റെ വാസന പാമ്പിന് ലഭിച്ചു. ദ സ്നേക്ക് ലവ്ഡ് ദ സ്മെൽ ഓഫ് ക്യാംഫർ ആൻഡ് സോ ഇറ്റ് സ്ലിത്തേർഡ് ടുവേർഡ്സ് ദ ബാഗ്. ദ സ്നേക്ക് ലവ്ഡ് പാമ്പിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ദ സ്മെൽ ഓഫ് ക്യാംഫർ ആ കർപ്പൂരത്തിൻ്റെ വാസന പാമ്പിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് സോ അതുകൊണ്ട്, ഇറ്റ് അത് ആ പാമ്പ്, സ്ലിത്ത് എന്നാൽ ഇടറി നീങ്ങുക എന്നുള്ള അർത്ഥമാണ്. ഇഴയുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. സ്ലിത്തേർഡ് ഇഴഞ്ഞു നീങ്ങി. ടുവേർഡ്സ് ദ ബാഗ് ആ ബാഗ് ലക്ഷ്യമാക്കിയിട്ട് ബാഗിലേക്ക് ഇഴഞ്ഞ് നീങ്ങി. ഇറ്റ് slid into the bag and began to eat the pieces of camphor. It അത് ആ പാമ്പ് സ്ലിഡ് എന്നാൽ ഇഴഞ്ഞു എന്നുള്ള അർത്ഥമാണ്. സ്ലൈഡ് എന്നതിൻ്റെ പാസ്റ്റാണ് സ്ലിഡ്. സ്ലൈഡ് എന്നാൽ ഇഴയുക. സ്ലിഡ് ഇഴഞ്ഞു. ഇൻറ്റു ദ ബാഗ് ആ സഞ്ചിയിലേക്ക്, ആ ബാഗിലേക്ക് ഇഴഞ്ഞ് പോയി. ആൻഡ് ബിഗാൻ എന്നിട്ട് ആരംഭിച്ചു. ടു ഈറ്റ് ദ പീസസ് ഓഫ് ക്യാംഫർ ആ കർപ്പൂരത്തിൻ്റെ കഷ്ണങ്ങൾ കഴിക്കാനായിട്ട് ആരംഭിച്ചു. ദ ക്രാബ് വാസ് റൗസ്ഡ് ആൻഡ് ഇറ്റ് കെയിം ഔട്ട് ഓഫ് ദ ബാഗ്. ദ ക്രാബ് വാസ് റൗസ്ഡ്. റൗസ് എന്നാൽ ഉണരുക എന്നുള്ള അർത്ഥമാണ്. ക്രാബ് വാസ് റൗസ്ഡ് ഈ പാമ്പ് വരുന്നത് ഈ ഞണ്ടിനെ ഉണർത്തി. ആൻഡ് ഇറ്റ് കെയിം ഔട്ട് ഓഫ് ദ ബാഗ് അത് ബാഗിൽ നിന്നും, ആ സഞ്ചിയിൽ നിന്നും പുറത്തു വന്നു. കെയിം ഔട്ട് എന്നാൽ പുറത്തു വന്നു. ഓഫ് ദ ബാഗ് ബാഗിൽ നിന്നും പുറത്തു വന്നു. ഇറ്റ് ഹെൽഡ് ദ സ്നേക്ക് ഫേംലി വിത്ത് ഇറ്റ്സ് ക്ലോസ് ആൻഡ് ബിഗാൻ ടു സക്ക് ഇറ്റ്സ് ബ്ലഡ്. ഇറ്റ് ഹെൽഡ് ഇത് ഞണ്ട്, ഹെൽഡ് പാമ്പിനെ ദ സ്നേക്ക് പാമ്പിനെ, ഫേംലി എന്നാൽ ഉറപ്പായി, ഉറപ്പോടുകൂടി, നല്ല ശക്തിയിൽ പാമ്പിനെ ഞണ്ട് പിടിച്ചു. വിത്ത് ഇറ്റ്സ് ക്ലോസ് അതിൻ്റെ, ക്ലോസ് എന്നാൽ നഖങ്ങൾ, അതിൻ്റെ നഖങ്ങൾ കൊണ്ട് അമർത്തി ശക്തിയിൽ പിടിച്ചു. ആൻഡ് ബിഗാൻ എന്നിട്ട് ആരംഭിച്ചു. ടു
സക്ക്. സക്ക് എന്നാൽ വലിച്ചെടുക്കുക എന്നുള്ള അർത്ഥമാണ്. വലിച്ചെടുക്കാൻ ആരംഭിച്ചു. ഇറ്റ്സ് ബ്ലഡ്, അതിൻ്റെ പാമ്പിൻ്റെ രക്തം ആ ഞണ്ട് വലിച്ചെടുക്കാനായിട്ട് ആരംഭിച്ചു. ദ സ്നൈക്ക് ഡൈഡ്, പാമ്പ് മരണപ്പെട്ടു. മൈക്കൽ വോക്കപ്പ്, മൈക്കൽ ഉണർന്നു. ഹി യാൺഡ് ആൻഡ് സ്ട്രെച്ച്ഡ്. യാൺ എന്നാൽ കോട്ടുവായിടുക എന്നുള്ള അർത്ഥമാണ്. ഹി യാൺ, അവൻ കോട്ടുവായി ഇട്ടു. ആൻഡ് സ്ട്രെച്ച്ഡ്, സ്ട്രെച്ച് എന്നാൽ നിവർത്തുക. സ്ട്രെച്ച്ഡ്, അവൻ നിവർത്തി. അതായത് ഉറക്കമുണർന്നു, അതിനുശേഷം കോട്ടുവായി ഇട്ടു, എന്നിട്ട് കയ്യും കാലും നിവർത്തി. ഹി ദെൻ സോ ദ ഡെഡ് സ്നൈക്ക് ഓൺ ദ പീസസ് ഓഫ് ക്യാംഫർ. ഹി ദെൻ, അവൻ പിന്നീട് കണ്ടു. ദ ഡെഡ് സ്നൈക്ക്, ചത്തുകിടക്കുന്ന പാമ്പിനെ അവൻ കണ്ടു. ഓൺ ദ പീസസ് ഓഫ് ക്യാംഫർ, കർപ്പൂര കഷ്ണങ്ങളുടെ മുകളിൽ പാമ്പ് ചത്തുകിടക്കുന്നതായിട്ട് അവൻ കണ്ടു. മൈക്കൽ താങ്ക്ഡ് ഗോഡ് ഫോർ സേവിങ് ഹിസ് ലൈഫ്. മൈക്കൽ നന്ദി പറഞ്ഞു ഗോഡ്, ദൈവത്തോട്. ഫോർ സേവിങ് ഹിസ് ലൈഫ്, അവൻ്റെ ജീവൻ രക്ഷിച്ചതിന് മൈക്കൽ ദൈവത്തോട് നന്ദി പറഞ്ഞു. ദ ക്രാബ് സേവ്ഡ് മൈ ലൈഫ്. ദ ക്രാബ്, ആ ഞണ്ട്, സേവ്ഡ് രക്ഷിച്ചു. മൈ ലൈഫ്, എൻ്റെ ജീവൻ ആ ഞണ്ട് രക്ഷപ്പെടുത്തി. ഹി തോട്ട്, അവൻ മനസ്സിൽ കരുതി. വൺ ഷുഡ് ഓൾവേസ് ഒബേ വൺസ് മദർ. വൺ ഷുഡ് ഓൾവേസ്, ഒരാൾ. വൺ എന്നാൽ ഇവിടെ ഒരാൾ എന്നുള്ള അർത്ഥമാണ്. ഷുഡ് ഓൾവേസ് ഒബേ, എപ്പോഴും. ഒബേ എന്നാൽ അനുസരിക്കുക, അനുസരിക്കണം. വൺസ് മദർ, അവൻ്റെ അല്ലെങ്കിൽ അവളുടെ അമ്മയെ എപ്പോഴും അനുസരിക്കണം. വാട്ട് വുഡ് ഹാവ് ഹാപ്പൻഡ് ഇഫ് ഐ ഹാഡ് ഡിസൊബെയ്ഡ് മൈ മദർ. വാട്ട് വുഡ് ഹാവ് ഹാപ്പൻഡ്, എന്ത് സംഭവിച്ചേനെ. ഇഫ് ഐ ഹാഡ് ഡിസൊബെയ്ഡ്, ഞാൻ അനുസരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ധിക്കരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ. ഇഫ് ഐ ഹാഡ് ഡിസൊബെയ്ഡ് മൈ മദർ, ഞാൻ എൻ്റെ അമ്മയെ ധിക്കരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ, അവൻ മനസ്സിൽ കരുതി.